ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പൊന്നൂസുമായി പോയിരിക്കുന്നത് ഗുരുവായൂരിലെ തന്നെ പ്രസിദ്ധമായ ആനക്കോട്ട അഥവാ പുന്നത്തൂർ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ്. വണ്ടികളെല്ലാം പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടതാണ്. പൊന്നൂസാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആനയെ കാണാമല്ലോ അപ്പ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പയും പൊന്നൂസൊക്കെ കൂടിയിട്ട് എൻട്രി ഫീസ് അടച്ചിട്ട് ടിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങളിത് അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പൊന്നൂസിൻ്റെ നോട്ടം മുഴുവൻ തൊട്ടപ്പുറത്തുള്ള ഐസ്ക്രീം പാർലറിലേക്കായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ആനപ്രേമികൾക്കൊക്കെ മസ്റ്റായിട്ടും കാണേണ്ട സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ആനകളിങ്ങനെ നിരന്ന് നിൽക്കണതാണ്. എന്ത് രസമാണെന്നറിയോ. അതിവിശാലമായൊരു വലിയ കുളം തന്നെ അവിടെ ഉണ്ട്. പൊന്നൂസാണെങ്കിൽ പറയും ഇതിൽ ആനേനെ കുളിപ്പിക്കാനുള്ളതാണ്, ആനേനെ മുക്കാനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പയോട്. അങ്ങനെ ഞങ്ങൾ ഒരു വശത്തുനിന്ന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഒരുവിധം എല്ലാം ഞങ്ങൾ നടന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആദ്യം അപ്പയും പൊന്നൂസായിരുന്നു നടത്തം. പിന്നെ അത് അമ്മയും പൊന്നൂസായി. അമ്മ എന്ന് പറയുന്നത് ഞാൻ തന്നെ. പിന്നെയും അപ്പയും പൊന്നൂസായി. അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലവും നടന്ന് കണ്ടു. നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം ഗൈസ്. മോളാണെങ്കിൽ ശരിക്കും കൗതുകത്തോടെയാണ് ഇതൊക്കെ നോക്കി കാണുന്നത്. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം അതെ ആന ഓല തിന്നണു എന്നൊക്കെ പൊന്നൂസ് പറയുന്നുണ്ട്. പുല്ല് തിന്നോ ആന എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അവൾക്ക് ഓരോരോ സംശയങ്ങളായിരുന്നു ആനയെ കണ്ടപ്പോൾ. അതെന്തമ്മ, ഇതെന്തമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നടക്കുകയായിരുന്നു. ഈ ആനയുടെ കൊമ്പിന് എന്ത് വലിപ്പം അമ്മ, ആനയുടെ വാലാടുന്നത് കണ്ടോ, ആന പാപ്പു തിന്നാണ്, അവിടെ ഒരു ആന കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ളതാണ് ഈ ആനക്കോട്ട എന്നറിയപ്പെടുന്ന പുന്നത്തൂർ കോട്ട.
ഉറങ്ങി. ഇതാണ് പുന്നത്തൂർ കോട്ട എന്നറിയപ്പെടുന്ന ആ തറവാട്. ഇവിടെയാണ് പണ്ട് ഗുരുവായൂർ കേശവനൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് പറയപ്പെടുന്നു. ഞാൻ ആ ഫിലിം കാണാത്തത് കൊണ്ട് എനിക്കറിയില്ല. എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുമായിരിക്കും. അപ്പയും പൊന്നൂസും ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. കുറേ ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പൊന്നൂസാണെങ്കിൽ ആകെ കൗതുകത്തോടെയാണ് ഓരോന്നും നോക്കുന്നത്. അവിടെ ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ നിറയെ വരുന്നുണ്ട്. ഈ വലിയ മരം പൊന്നൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ചുറ്റുമൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞൂലേ? ആ കളർ കണ്ടു കഴിഞ്ഞാൽ അനമ്പി വരൂട്ടാ. ആ മറ്റേ ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പാടില്ല അല്ലേ? ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്ത് ഭംഗിയാണ് ഈ കുളമെന്ന് നോക്കൂ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഈ കുളം കാണാൻ. പഴമയെ നിലനിർത്തുന്ന ഒരു വലിയ കുളം. ആനയെയൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകണ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആനയെ പേടിയുള്ളവർക്കൊക്കെ ഇവിടെ വരാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നുന്നത്. എന്നാൽ ആനയെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം വരാൻ പറ്റിയ സ്ഥലമാണ്. അത്രയും രസമാണ് ആനകളുടെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതും അവർ ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. പിന്നെ ആനയെയൊക്കെ നോക്കാൻ ഒരുപാട് തൊഴിലാളികളും ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഭയങ്കര സെക്യൂറായിട്ട് തന്നെയാണ് ഈ ഒരു ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആനക്കോട്ടയൊക്കെ കണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പോകുന്ന പോക്കിൽ ഞങ്ങളെല്ലാവരും ഒരു ഐസ്ക്രീമും കൂടി കഴിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.